ലാറയ്ക്ക് ശേഷം ഒരുപക്ഷെ ലാറ ഉള്ളപ്പോൾ തന്നെ പലപ്പോഴും വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് ബാറ്റിംഗ് തകർച്ചയുടെ പടുകുഴിയിലേക്ക് വീഴുമ്പോൾ രക്ഷകനായി അവതരിക്കാറുള്ള ഒറ്റ നക്ഷത്രമായിരുന്നു നമ്മൾ കണ്ടറിഞ്ഞ അനുഭവിച്ചറിഞ്ഞ ചന്ദ്രപോൾ. ഡൗൺ ഓൺ ഹിസ് നീസ്, ഹാഫ് സ്വീപ്പ് ഹാഫ് പുൾ, ചന്ദ്രപോൾ ഗോട്ട് നദർ ബൗണ്ടറി എന്ന് അലറി വിളിച്ചിരുന്ന കമന്റേറ്റർമാർ ഉണ്ടായിരുന്നു ഒരു കാലത്ത്. അതിവേഗത്തിൽ പന്തെറിയുന്ന ഫാസ്റ്റ് ബോളർ വരെ, അതായത് ഗ്ലെൻ മെഗ്രാത്ത് ആയാലും ബ്രെറ്റ്ലി ആയാലും ഷോയിബ് അക്തർ ആയാലും ഡെയിൽ സ്റ്റൈൻ ആയാലും മുട്ടിലിരുന്നു കൊണ്ട് സ്ക്വയർ ലെഗിലൂടെ ഫ്ലാറ്റായി നിർഭയം ബൗണ്ടറി ലൈൻ പറത്തി വിട്ടിരുന്നു ഒരു കാലത്ത് ചന്ദ്രപോൾ. ഇതൊക്കെയും ചെയ്തിരുന്നത് നമ്മളൊക്കെയും അത്ഭുതത്തോടെ കണ്ട ആ ഒരു അൺഓർത്തഡോക്സ് ബാറ്റിംഗ് സ്റ്റാൻസ് കൊണ്ട് തന്നെയായിരുന്നു. ക്രീസിലേക്ക് ചന്ദ്രപോൾ നടന്നടുക്കുന്നത് പോലും അടുത്ത പന്തിൽ ഒരുപക്ഷെ താൻ ഔട്ടായേക്കും എന്ന ചിന്തയിലാണെന്ന് തോന്നും ഒരുപക്ഷെ ആ ഒരു വരവ് കാണുമ്പോൾ. ഒട്ടും ആത്മവിശ്വാസമില്ലാതെ കണ്ണിൻ്റെ ചുറ്റും ഒരു സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചുകൊണ്ട് സ്റ്റാൻസ് ചെയ്യുന്ന വിധമൊക്കെ കണ്ടാൽ ബോളറുടെ ആത്മവിശ്വാസമായിരിക്കും ഒരുപക്ഷെ ഉയരുക. പിന്നെ ക്രീസിൽ ബാറ്റ് കൊണ്ട് ഇങ്ങനെ മുട്ടിയിട്ട് ഒരു മരപ്പണിക്കാരനെ പോലെ ഗാർഡ് എടുക്കുന്ന ചന്ദ്രപോൾ. പിന്നീട് ചന്ദ്രപോളിന്റെ ഒരു അള്ളിപ്പിടിക്കലുണ്ട് ക്രീസിൽ. മണിക്കൂറുകളോളം ബൗളറുടെ ക്ഷമയുടെ അവസാനത്തെ തുള്ളിയും ഊറ്റിയെടുത്തുകൊണ്ട് കടിച്ചെടുത്തു നിന്നും വിടാതെ നിൽക്കുന്ന ഒരു ചോണൻ ഉറുമ്പ് കണക്കെ ഒരു നിൽപ്പാണ് ചന്ദ്രപോൾ. ചന്ദ്രപോളിന് മാത്രം സാധിക്കുന്ന എത്രയെത്ര ജാതി അള്ളിപ്പിടിക്കലുകൾ ആ സമയത്ത് നമ്മൾ ക്രീസിലുള്ള ഈ അള്ളിപ്പിടിക്കലുകൾ കണ്ടതാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മത്സരങ്ങൾ കണ്ടു തുടങ്ങിയ കാലത്ത് ഈ കണ്ണുകൾക്ക് താഴെ കാണപ്പെടുന്ന സ്റ്റിക്കറുകൾ അതിലേറെ കൗതുകം പലർക്കും സമ്മാനിച്ചിരുന്നു. ഇതെന്തിനാണെന്ന് അറിയാനായി ആകാംക്ഷയും ഒരുപക്ഷെ നമുക്കൊക്കെയും വന്നിട്ടുണ്ടാകും. യഥാർത്ഥത്തിൽ കണ്ണുകൾക്കുള്ളിലേക്ക് പ്രവേശിക്കുന്ന പ്രകാശത്തിൻ്റെ തീവ്രത കുറക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു ആൻറ്റി ഗ്ലെയർ പാച്ചുകളായിരുന്നു അവ. അതിനാൽ ഫീൽഡിലും ബാറ്റിങ്ങിലും ചന്ദ്രപോൾ ഇത് ഉപയോഗിച്ചിരുന്നു. കനത്ത ചൂടിൽ നിന്നും കണ്ണുകളെ സംരക്ഷിക്കാൻ ഇവയ്ക്ക് കഴിഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ അരങ്ങേറ്റത്തെക്കുറിച്ച് പറയുമ്പോൾ 94-ൽ ഇംഗ്ലണ്ടിനെതിരെയായിരുന്നു ചന്ദ്രപോളിൻ്റെ അരങ്ങേറ്റം. അതിനുശേഷം വിൻഡീസ് ടീമിലെ ഒരു സ്ഥിര സാന്നിധ്യമായി പെട്ടെന്ന് തന്നെ അദ്ദേഹം മാറുന്നു. ബ്രയാൻ ലാറ എന്ന ഇതിഹാസം ടീമിൽ നിറഞ്ഞു നിന്നപ്പോഴും ദുർബലമായിരുന്ന വെസ്റ്റ് ഇൻഡീസ് ബാറ്റിംഗ് നിരയുടെ നട്ടെല്ലായിരുന്നത് പലപ്പോഴും ചന്ദ്രപോൾ തന്നെയായിരുന്നു. വെസ്റ്റ് ഇൻഡീസിന് വേണ്ടി ഏറ്റവും കൂടുതൽ ടെസ്റ്റ് റൺസ് നേടിയവരിൽ ലാറയ്ക്ക് 86 റൺസ് മാത്രം പുറകിലാണ് ചന്ദ്രപോൾ ഓട്ടം അവസാനിപ്പിച്ചത്.